ഹലോ പിള്ളേരെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കേണ്ട 10 ടെക്നോളജി ഹാക്കുകളാണ്. ഓരോന്നായിട്ട് പെട്ടെന്ന് നോക്കാം. ഈ ടെക്നോളജി ഹാക്ക് എന്ന് പറയുന്ന സമയത്ത് വല്ലവൻ്റെ അക്കൗണ്ട് പോയി ഹാക്ക് ചെയ്തുകൊണ്ട് വരാനല്ല ഞാൻ പറഞ്ഞത്. അതായത് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ കുറച്ച് സമയം ലാഭിക്കാനും അതുപോലെ തന്നെ കുറച്ച് എളുപ്പത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റിയ കുറേ പരിപാടികളാണ്. ഒന്നാമത്തെന്ന് പറയുന്നത്, നിങ്ങൾ ലാപ്ടോപ്പൊക്കെ യൂസ് ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു വെബ് പേജ് നിങ്ങൾ ഓപ്പൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ സ്ക്രോൾ ചെയ്യാനായിട്ട് ഒന്നുകിൽ നിങ്ങളുടെ മൗസിൻ്റെ സ്ക്രോൾ ബട്ടൺ ഇട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും, ഇല്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത്, നിങ്ങളുടെ ലാപ്ടോപ്പിൻ്റെ ആ ഒരു ടച്ച് ബാറിലിട്ട് 2 വിരലൊക്കെ ഇട്ട് അനക്കിയിരിക്കും. എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ എൻ്റെ ലാപ്ടോപ്പിൽ എനിക്ക് 2 വിരലിട്ട് അവിടെ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഇക്ലിയാവും. അപ്പോൾ ഇതിനെ നിങ്ങൾക്ക് എങ്ങനെ ഓവർകം ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ സ്പേസ് ബാർ അടിച്ചു കഴിഞ്ഞാൽ വെബ്സൈറ്റ് ഓരോ ഭാഗമായിട്ട് ഓരോ സെഗ്മെൻറ്റായിട്ട് ഇങ്ങനെ സ്ക്രോൾ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു മൗസിൻ്റെ സ്ക്രോൾ ബട്ടണിലിട്ട് സ്ക്രോൾ ചെയ്ത് ആ മൗസിൻ്റെ സ്ക്രോൾ ബട്ടൺ ഇല്ലാണ്ടും ആക്കണ്ട, നിങ്ങൾക്ക് ഇക്ലി ആവത്തില്ല. രണ്ടാമത്തെ നമ്മുടെ ടിപ്പെന്ന് പറയുന്നത്, പൊതുവേ ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങൾ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് അവർക്ക് ഇമോജി വേണമെന്നുണ്ടെങ്കിൽ അവർ ആദ്യം ചെയ്യുന്നത് ഗൂഗിളിൽ പോയതിന് ശേഷം ഇമോജി എന്ന് സെർച്ച് ചെയ്യും, എന്നിട്ട് ഏതെങ്കിലും ഒരു ഇമോജിനെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് വിൻഡോസ് ബട്ടൺ, അതായത് വിൻഡോസിൻ്റെ ലോഗോ ഉള്ള ആ ബട്ടൺ പ്ലസ് ഡോട്ട് ഫുൾ സ്റ്റോപ്പ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇമോജി സെക്ഷൻ വരും. അതിൻ്റെ അകത്ത് നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇമോജീസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഉറപ്പായിട്ടും ഇത് യൂസ് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ അറിയാത്തവർക്ക് പറഞ്ഞും കൊടുക്കുക. മൂന്നാമത്തെ നമ്മുടെ ഹാക്ക് എന്ന് പറയുന്നത്, നിങ്ങൾക്കിപ്പോൾ ഐഫോൺ അല്ലെങ്കിൽ ആപ്പിൾ പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആപ്പിളിൻ്റെ കേബിൾസ്, ചാർജിങ് കേബിൾസ് എന്ന് പറയുന്നത് ബയോഡീഗ്രേഡബിൾ ആണ്. അതെപ്പോഴും പൊട്ടിപ്പോവും. അതായത് അതിൻ്റെ ആ ഒരു പിന്നിൻ്റെ ഭാഗത്ത് എപ്പോഴും ഒരു വളവ് കാണും, എപ്പോഴും അവിടെ നിന്നായിരിക്കും ഇത് പിന്നി വരിക. ഇത് നിങ്ങൾക്ക് ഓവർകം ചെയ്യാനായിട്ട് ജസ്റ്റ് ചെയ്യേണ്ടത്, നിങ്ങളുടെ 5 രൂപയുടെയും 10 രൂപയുടെ ഒക്കെ മറ്റേ സ്പ്രിങ് ആക്ഷൻ ബോൾ പെൻ ഉണ്ടല്ലോ, അതായത് ടിക് 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 ടിക്ക് എന്നടിക്കുന്നത്, ആ ബോൾ പെന്നിൻ്റെ അകത്തൊരു സ്പ്രിങ് കാണും. ആ സ്പ്രിങ്ങിനെ ഇതിൻ്റെ അകത്തേക്ക് കയറ്റി വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി നാൾ നിങ്ങളുടെ ചാർജേഴ്സ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ ഐഫോൺസ് ഉള്ളവർ. സ്മാർട്ട് ഫോൺസിൽ ടൈപ്പ് ചെയ്യാത്തവരായിട്ട് ആരും തന്നെ ഇല്ല. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ എന്തെങ്കിലും ഒരു കാര്യം ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ പൊതുവേ ചെയ്യാറുള്ളത്, നിങ്ങളുടെ ഫുൾ സ്റ്റോപ്പ്, അതായത് ഫുൾ സ്റ്റോപ്പ് എന്ന് പറയുന്ന ആ ഒരു കീ ഏറ്റവും റൈറ്റ് സൈഡിലായിട്ടായിരിക്കും കിടക്കുക. അപ്പോൾ പലരും ഈ കൈയൊക്കെ എത്തി റൈറ്റ് സൈഡിലേക്ക് വന്ന് ഫുൾ സ്റ്റോപ്പ് ഇടുന്ന കണ്ടിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഫുൾ സ്റ്റോപ്പ് ഇടാനായിട്ട് ജസ്റ്റ് നിങ്ങളുടെ സ്പേസ് ബട്ടണിൽ ഡബിൾ ടാപ്പ് ചെയ്താൽ മതി. അപ്പോഴത്തേക്കും ഫുൾ സ്റ്റോപ്പ് വന്നോളും. എനിക്കിത് അറിഞ്ഞുകൂടായിരുന്നു, അപ്പോൾ അറിയാവുന്നവരും കാണും. ഇതാണ് നമ്മുടെ 4ാമത്തെ ടിപ്പ്. നമ്മുടെ 5ാമത്തെ ഹാക്ക് എന്ന് പറയുന്നത് ഒരു കിഡിലം ഹാക്കാണ്. അതായത് നിങ്ങൾ മൂവി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്, നിങ്ങൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് മുള്ളാൻ മുട്ടണം, അർജൻറ്റാണ്, നിങ്ങൾക്ക് ഇപ്പം മുള്ളിയേ പറ്റുള്ളൂ, പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ, ഇൻ്റർവെല്ലിൽ വരെ നടക്കൂല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, റൺ പി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. അതിൻ്റെ അകത്ത് എല്ലാ മൂവീസിൻ്റെയും ഏതൊക്കെ ഭാഗമാണ് ബോറിങ്, നമുക്ക് ഒന്ന് മുള്ളാൻ പോയിട്ട് വരാനായിട്ടുള്ള ഗ്യാപ്പ് എവിടെ കിട്ടും എന്നുള്ളത് ആ സിനിമയ്ക്കകത്ത് അവർ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ റീസെൻ്റായിട്ട് ഇറങ്ങിയ സ്പൈഡർമാൻ ആണെങ്കിൽ സ്പൈഡർമാൻ്റെ അകത്ത് എവിടെ നിങ്ങൾക്ക് മുള്ളാൻ പോകാമെന്നുള്ളത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലുള്ള സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ആപ്ലിക്കേഷൻ്റെ പേര് മറക്കണ്ട, റൺ പി. നമ്മുടെ 6ാമത്തെ ഹാക്ക് എന്ന് പറയുന്നത്, നമ്മുടെ ഏതൊരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് അല്ലെങ്കിൽ ഓൺലൈൻ അക്കൗണ്ട് നിങ്ങൾക്ക് നശിപ്പിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്കത് കംപ്ലീറ്റ്ലി ഡീആക്ടിവേറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ അക്കൗണ്ട് കില്ലർ എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്. ഈ ഒരു വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ഇപ്പോൾ ഫേസ്ബുക്ക് ആണെങ്കിൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം ആണെങ്കിൽ ഇൻസ്റ്റഗ്രാം, അല്ലെങ്കിൽ ട്വിറ്റർ ആണെങ്കിൽ ട്വിറ്റർ, അതിൻ്റെ അക്കൗണ്ട് നിങ്ങൾക്ക് നശിപ്പിച്ച് കളയാമെന്നുള്ളത് ഇതിൻ്റെ അകത്തുണ്ട്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വെബ്സൈറ്റാണ്. കാരണം എല്ലാവർക്കും അവരുടെ പഴയ ഇൻസ്റ്റഗ്രാം ഐഡിയും പഴയ ഫേസ്ബുക്കൊന്നും കൊണ്ട് നടക്കാൻ ആഗ്രഹം ഉണ്ടാവില്ല. എനിക്ക് തന്നെ ഉണ്ടായിരുന്നു 4 ഫേസ്ബുക്ക് അക്കൗണ്ട്. അതിൻ്റെ അത് 3 ഞാൻ നശിപ്പിച്ച് കളഞ്ഞു. ഇപ്പോൾ 1 മാത്രമേ ഉള്ളൂ. കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നവർ പൊതുവേ നേരിടുന്ന ഒരു പ്രശ്നമാണ്, അവരുടെ കീബോർഡിൻ്റെ കീസിൻ്റെ ഓരോ ബട്ടൻ്റെയും ഇടയ്ക്കായിട്ട് അഴുക്ക് കയറിയിരിക്കും, അല്ലെങ്കിൽ പൊടി കയറിയിരിക്കും. ഇതിനെ ഇളക്കിയെടുക്കുക എന്നുള്ളത് ഭയങ്കര വലിയൊരു ചടങ്ങ് പരിപാടിയാണ്. ഇത് മൊത്തം ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ഒന്നിൽ ആ കീ ക്യാപ്സ് മൊത്തം ഇളക്കിയതിന് ശേഷം ഒന്ന് ക്ലീൻ ചെയ്യണം. ഇല്ലെങ്കിൽ ഒരു വഴിയുണ്ട്, നമ്മുടെ സ്റ്റിക്കി നോട്ട്സ് അറിയാമല്ലോ, സ്റ്റിക്കി നോട്ട്സ്. ഈ ഒരു സ്റ്റിക്കി നോട്ട്സിനെ നിങ്ങൾക്ക് ആ ഒരു പശയുള്ള ഭാഗം ഇതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ ഒന്ന് സ്ലൈഡ് ചെയ്തുകൊണ്ട് പോയാൽ മതി. പകുതി കൂടുതൽ അതിൻ്റെ അകത്തുള്ള പൊടിയും ഈ സ്റ്റിക്കി നോട്ടിൻ്റെ ആ ഒരു ഒട്ടുന്ന പശ അല്ലെങ്കിൽ ഗ്ലൂവിൻ്റെ അവിടെ ഒട്ടിപ്പിടിച്ചൊക്കെ ഇരിക്കും. നിങ്ങളുടെ ഫോണിൻ്റെ സ്പീക്കറിന് സൗണ്ട് കുറവ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്, പാട്ട് പ്ലേ ചെയ്യുക. അതിനുശേഷം ആ ഒരു ഫോണിനെ ഒരു മഗ്ഗിൻ്റെ അകത്തോ, അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് മഗ്ഗാണെങ്കിൽ വളരെ നല്ലത്, ഒരു പ്ലാസ്റ്റിക് കപ്പിൻ്റെ അകത്ത് എടുത്തിട്ട് ആ കപ്പിൻ്റെ അകത്ത് ഇടുന്ന സമയത്ത് നല്ല കിടിലമായിട്ട് ആ സൗണ്ട് ബൂസ്റ്റ് ചെയ്യും, പ്രൊജക്റ്റ് ചെയ്യും. നമ്മുടെ 9ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലാപ്ടോപ്പിൽ ഒരു യൂട്യൂബ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു യൂട്യൂബ് വീഡിയോനെ നിങ്ങൾക്കൊരു ജിഫ് ആക്കണം.
അതിനായിട്ട് നിങ്ങൾ ജസ്റ്റ് ചെയ്യേണ്ടത് അതിൻ്റെ URL യൂട്യൂബിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് ജിഫ് എന്നൊന്ന് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് എൻ്റർ അമർത്തുക. അപ്പോൾ ഒരു വെബ്സൈറ്റിലേക്ക് പോവും, അല്ലെങ്കിൽ ഒരു ഭാഗത്തേക്ക് പോവും. അവിടെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോനെ എൻ്റയർലി എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട ഭാഗം ജിഫ് ആക്കാനായിട്ട് പറ്റും. ഭയങ്കര യൂസ്ഫുള്ളാണ്. നമ്മുടെ ഫൈനലായിട്ടുള്ളതും ഏറ്റവും കിടിലമായിട്ടുള്ള ഹാക്ക് എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ യൂട്യൂബിൽ എന്തെങ്കിലും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ നിങ്ങളുടെ അക്കൗണ്ട് അതിനകത്ത് ലോഗിൻഡ് അല്ല, എന്നാൽ അത് ഏജ് റെസ്ട്രിക്റ്റഡ് ആണ് എങ്കിൽ അത് മാറ്റാനായിട്ടൊരു വഴിയുണ്ട്. ആ ഒരു വീഡിയോയുടെ URL യൂട്യൂബിന് മുന്നേ NSFW എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ അമർത്തി കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏജ് റെസ്ട്രിക്ഷൻ ഇല്ലാണ്ട് നിങ്ങൾ യൂട്യൂബിൽ ലോഗിൻ ചെയ്യാണ്ട് തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് നിങ്ങൾ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കേണ്ട 10 ടെക്നോളജി ഹാക്കുകൾ എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ചാനൽ മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. പിന്നെ ഇതെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊന്നുമല്ല, എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു ടെക്നോളജി വീഡിയോയിൽ വീണ്ടും കണ്ടുപിടുന്നതായിരിക്കും. ബൈ.